this one more day. കർത്താവേ, ഒരു ദിവസം കൂടെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരുന്ന് അങ്ങയുടെ വചനത്തിൽ ധ്യാനിക്കുകയും പ്രത്യേകിച്ച് ഇന്നത്തെ സബ്ജക്റ്റായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ചിന്തകളും കർത്താവ് ഞങ്ങൾ ചിന്തിക്കുമ്പോഴും അങ്ങയുടെ മകൻ അതിനെ കേന്ദ്രീകരിച്ച് സംസാരിക്കുമ്പോഴും കർത്താവ് അങ്ങയുടെ ചിന്തകൾ ഞങ്ങൾക്ക് ലഭിക്കാനും മനസ്സിലാക്കാനും കർത്താവ് ഞങ്ങളുടെ ജീവിതഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടൊരു ബന്ധം അങ്ങ് ആ ബന്ധത്തെ എങ്ങനെ ഞങ്ങൾ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അങ്ങ് എഴുതി തന്നിരിക്കുന്ന രീതികൾ, അങ്ങയുടെ മനസ്സിലുള്ള ചിന്തകൾ, വഴികള് എല്ലാം മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയമകന് ആ കാര്യത്തിൽ പറയുമ്പോഴും ഞങ്ങൾക്കത് മനസ്സിലാക്കി കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ അവസരം തന്നതിന് വേണ്ടി സ്തോത്രം. പരിശുദ്ധാത്മാവുടെ നിയന്ത്രണം ആരംഭം തൊട്ട് അവസാനം വരെ ഞങ്ങൾ അത് അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങ് എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു. നല്ല പിതാവേ, ആമേൻ. Amit is there for translation, I think so. Amit is not there. Okay. Rahul, can you help? Yes, uncle. Yeah. Thank you. Is the screen visible? Yep. Yeah. Okay. So, good evening, and this is session 3 that we're doing on Christ-centered marriage. ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കിയുള്ള വിവാഹത്തെ പറ്റിയുള്ള മൂന്നാമത്തെ സെഷനാണ് നാം ഇന്ന് പങ്കുചേർന്നിരിക്കുന്നത്. And if you remember, if you were there for the first 2 sessions, we were looking at the biblical basis as to why marriage is so important in God's eyes. ഇതിനു മുമ്പുള്ള സെഷനിൽ നമ്മൾ കണ്ടത് ബൈബിൾ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് വിവാഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായത് എന്തുകൊണ്ടാണെന്ന് നാം കണ്ടു. How marriage represents Christ and the church. വിവാഹം യേശുക്രിസ്തുവിനെയും സഭയും എങ്ങനെയാണ് എടുത്തു കാണിക്കുന്നത് എന്ന് നാം കണ്ടു. We saw from Malachi how God was uniting man and woman with a remnant, with a part of the Spirit, so that we can have godly offsprings. മലാഖിയിലൂടെ നാം കണ്ടു മനുഷ്യനെ, സ്ത്രീയെയും പുരുഷനെയും ദൈവം ഒന്നാക്കുന്നു, അതിലൂടെ ഒരു നല്ലൊരു സന്തതിയെ ജനിപ്പിക്കാനായിട്ട് അവർ ഒന്നാക്കുന്നത് നാം കണ്ടു. And so through all this, we need to realize that one of Satan's biggest goal is to disrupt the family. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, സാത്താന്റെ വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. Because if he disrupts the family, not only is he disrupting that reflection of Christ in the church, but even the next generation will be affected. സാത്താൻ അങ്ങനെ ഒരു കുടുംബത്തെ തകർക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ മാത്രം അത് നശിപ്പിക്കുക മാത്രമല്ല, ക്രിസ്തുവിന്റെ ഒരു എടുത്തു കാണിക്കുക എന്നുള്ളത് നശിപ്പിക്കുക മാത്രമല്ല, പകരം അടുത്ത തലമുറയെ കൂടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. And sometimes things are really easy for him because it's like cats and dogs, they always seem to be fighting. അത് ശരിക്കും സാത്താൻ ആ പ്രവൃത്തി അത് ചെയ്യുക എന്നുള്ളത് എളുപ്പം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു പൂച്ചയും ഒരു നായയും ആണെങ്കിൽ അവർ തമ്മിൽ എപ്പോഴും ശത്രുതയിലാണ്. But as you see this picture, it's possible for that love to blossom in completely different individuals. പക്ഷെ നമുക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് ശരിക്കും അത് സാധിക്കുന്ന കാര്യവും കൂടിയാണ്. And so today a big aspect of what we're going to look at is handling differences in marriage. ഇന്ന് നാം നോക്കാൻ പോകുന്നത് വിവാഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒക്കെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്.
Now, when two individuals first come together, the man and the woman, in the beginning of the marriage, or in the what do you say, engagement time and that courting time, they just see the other person, the externals, the beauty, and they're all just lost in that. വിവാഹം കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയമോ അപ്പോൾ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധമുള്ളപ്പോൾ ആ ഒരു വ്യക്തി മറ്റേ വ്യക്തിയുടെ ആ ഒരു പുറമേയുള്ള സൗന്ദര്യവും മറ്റു കാര്യങ്ങളിലുമായിരിക്കും കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നത്. And they'll be floating, and the man will be saying, flesh of my flesh, bone of my bone. It's all just taken up by everything the good that they see. എന്റെ അസ്ഥിയുടെ അസ്ഥിയും ശരീരത്തിന്റെ ശരീരം എന്നിങ്ങനെ പറഞ്ഞ് അവർ ശരിക്കും ആ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. But as they start living together, they start noticing, oh, there's so much differences. പക്ഷെ അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ സാധിക്കും നമ്മൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടല്ലോ എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. And this will be there in every marriage. ഈ കാര്യം എല്ലാ വിവാഹത്തിലും നടക്കാറുണ്ട്. There is no marriage in which you'll see the person telling about the other person, he's exactly or she's exactly the same as me. വിവാഹം കഴിഞ്ഞ ഒരാൾ പറയുകയില്ല എന്റെ പാർട്ണർ എന്നെ പോലെ തന്നെ എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ആളാണെന്ന് അങ്ങനെ പറയുകയില്ല. Because there are so many areas itself in which we can be different. കാരണം പല ഏരിയയിൽ നമുക്ക് വ്യത്യസ്തരാകാൻ ഇടയായിത്തീരും. First of all, there are differences between a man and woman. Just being a man or just being a woman brings some differences in the way that we think and act. ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്ന നിലയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. Then there is differences in personality. പിന്നെ രണ്ടാമത് അവരുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. And then of course there will be differences in the way that you have been brought up. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. And finally there's differences in the way that each person handles conflict. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ നേരിടുന്ന രീതിക്കും രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. So coming to the first one, the differences between a man and a woman. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. And actually if you look at it, these are actually differences which complement each other. രണ്ടും തുല്യമായിട്ട് ആവശ്യമുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീക്കും പുരുഷനും ഉള്ളത്. Now if you see this picture in the background, if you see the man's brain, you see everything, it's just going in, there's one here and one here, separate from each other. ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ നോക്കുകയാണെങ്കിൽ ആ പുരുഷന്റെ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ അത് ഒരു രണ്ടായിട്ട് അതിൽ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. If you see the woman's brain, you see everything is connected to each other. പക്ഷെ നാം സ്ത്രീയുടെ ഒരു ബ്രെയിൻ നോക്കുകയാണെങ്കിൽ എല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And both of these complement each other, because there are sometimes some things which need real focus into it, but at the other times there are you need to link up and get everything together as well. ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടി വരും. ചില കാര്യങ്ങളിൽ അത് ചിലപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും കണക്ട് ആയി ശരിയാകാറുണ്ട്. Now in this picture we see the differences between the male brain and the female brain. ഈ പിക്ചറിൽ നമുക്ക് പുരുഷന്റെ ബ്രെയിനും സ്ത്രീയുടെ ബ്രെയിനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And this line in the male brain, it says that they've got stronger front to back connections. That means the front part of the brain, frontal, and the back part, temporal, it's
going to, forward and backward connection is very strong. ഒരു പുരുഷന്റെ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ ആ ബ്രെയിനിന്റെ മുൻഭാഗവും പിൻഭാഗവും തമ്മിൽ നല്ല ബലമുള്ള ഒരു ബലമുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. But in the in the women's brain, the female brain, there is a strong right left brain connection. പക്ഷെ ആ ഒരു സ്ത്രീയുടെ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ അത് അത് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ഭാഗങ്ങൾ, ബ്രെയിനിന്റെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ഭാഗങ്ങൾ തമ്മിൽ ഉള്ള കണക്ഷൻ ആണുള്ളത്. And so you see, in the way that they act in men, it's more of you think something and you're doing it. It's like, you're mechanically doing it. അതുകൊണ്ട് ഒരു പുരുഷന്റെ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ അതങ്ങ് ചിന്തിക്കുന്ന ഉടനെ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Whereas the woman's brain, they'll be like, while they're thinking, there's a lot of the emotional component, the sympathy, and all that comes into the whole picture of doing. പക്ഷെ ഒരു സ്ത്രീയുടെ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അങ്ങനെ കുറെ ചിന്തിച്ചതിന് ശേഷം അതുമെല്ലാം ഉൾപ്പെട്ട പ്രവൃത്തിയായിരിക്കും സ്ത്രീകൾ ചെയ്യുന്നത്. And it's important to realize that both these, the balance of both is needed. പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് ബ്രെയിനിന്റെ ബാലൻസ് ഉണ്ടായിരിക്കണം, അത് അത്യാവശ്യമുള്ള കാര്യമാണ്. Otherwise what happens is usually the woman will be upset that, or the man is just thinking like a machine, that without much emotions. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീ വിചാരിക്കും പുരുഷൻ എന്നുള്ള ഒരു മെഷീൻ പോലെയാണ്, അതങ്ങ് ചിന്തിക്കുന്നു, അങ്ങ് പ്രവർത്തിക്കുന്നു എന്ന് സ്ത്രീ വിചാരിച്ച് അവർ വിഷമിക്കും. And the man will be thinking, why is this woman bringing 100 different things and connecting all this when he can just do this and finish it? അപ്പോൾ ആ സമയത്ത് പുരുഷനും വിചാരിക്കും, എന്തിനാണ് സ്ത്രീകൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ ചെയ്യുന്നത്, ഇതങ്ങ് നേരെ അങ്ങ് ചെയ്താൽ പോരെ എന്ന് പുരുഷനും ചിന്തിക്കും. So that's an area of difference. So just some things, if you see the brains of men and women, some points, men want to learn how it works, women want to know what is the benefit. ആ പുരുഷന്റെയും സ്ത്രീയും തമ്മിലുള്ള ബ്രെയിനിന്റെ വ്യത്യാസം നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നു. പുരുഷന് അതെങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കണമെന്നുണ്ട്. പക്ഷെ സ്ത്രീക്ക് അതുകൊണ്ട് ആ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ്, എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. Point number 3, men talk to communicate, whereas women talk to connect to people. പുരുഷൻ സംസാരിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുവാനായിട്ടാണ്, പകരം സ്ത്രീകൾ സംസാരിക്കുന്നത് ആ ഒരു അടുപ്പം സൃഷ്ടിക്കുവാനായിട്ടാണ്. Fourth one, very important. Men view shopping as a necessity, whereas women view shopping as an event. പുരുഷന്മാർ ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളത് ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. പക്ഷെ സ്ത്രീകൾ ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളത് അതൊരു ഇവന്റ് ആണ്, അതൊരു പ്രോഗ്രാം പോലെയാണ്. Like a celebration, a big event. Yeah. So what happens usually, the woman want to go shopping and the man is like, oh, is it really necessary? And then the woman gets upset. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പുരുഷന്മാർ വിചാരിക്കും, ഇതിപ്പോ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ എന്ന് അവർ ചിന്തിക്കാറുണ്ട്. And when they go shopping, the woman is enjoying the shopping and trying out all the different things and the color and all, and the man is getting angry and irritated. സ്ത്രീകൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അവർ പല ഡ്രസ്സുകൾ ഇടുന്നു, പല നിറത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് പരീക്ഷിക്കുന്നു. ആ സമയത്ത് പുരുഷന് വളരെയധികം ദേഷ്യം വരികയും ചെയ്യും. It's not a man's problem also, because if you see colors, when man sees a color, he'll just see red or pink or nothing too much. But for the woman, she'll see dark red, wine red, lavender, carnation, all the fine mixes will be seen.
അത് പുരുഷന്റെ കുറ്റമല്ല. പുരുഷന് കളർ കാണുമ്പോൾ ചിലപ്പോൾ റെഡ് കളർ അല്ല വയലറ്റ് കളർ, പിങ്ക് കളർ ഇങ്ങനെ കളറായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ സ്ത്രീയുടെ കണ്ണിൽ അത് ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, സ്കാർലറ്റ് അങ്ങനെ പല കളറുകളും സ്ത്രീകളുടെ കണ്ണിന് മുന്നിൽ വരും. Now this is not a rigid thing. There are that every man is like this, every woman is like this. There are again, depending on the personality and the type, you have it does go here and there, but on the whole, if you see, this is how the average man or the average woman is. എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും ഇങ്ങനെയാകണം ഇങ്ങനെയല്ല. അത് അവരുടെ വ്യക്തിത്വം അനുസരിച്ച് അതിന് വ്യത്യാസം വരും. പക്ഷെ നമ്മൾ ഒരു ആവറേജ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ, ആൾക്കാരെ സാധാരണ പുരുഷന്മാരെ ആവറേജ് ആയിട്ടുള്ളവരുടെ ആ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Again, just some points. Because of the way the brain is, I was telling the front back connection in the man. The men usually are focused on what they're doing. They'll be focused and deep into that. സ്ത്രീകളുടെയും പുരുഷന്റെയും ബ്രെയിനിന്റെ വ്യത്യാസം നാം കണ്ടു. പുരുഷന്റെ ബ്രെയിനിലും മുൻപോട്ടും പുറകോട്ടുമുള്ള കണക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ട് അവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും അവർ അതിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തായിരിക്കും പുരുഷന്മാർ ചെയ്യുന്നത്. But when a woman is thinking, she'll be like multitasking, so many things, the work, the home, the kitchen, the children, everything she can think in at the same time. പക്ഷേ സ്ത്രീകൾക്കാണെങ്കിൽ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുവാനായിട്ട് ഇടയാകും. അവർക്ക് ജോലിയുടെ കാര്യങ്ങൾ നോക്കുവാനും, വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനും, മക്കളുടെ കാര്യം നോക്കുവാനും, ചിന്തിക്കുവാനും അതെല്ലാം ഒരുമിച്ച് അവർക്ക് ചെയ്യുവാൻ സാധിക്കും. And so we need to understand this, because the woman will think, oh, why is this guy, he's not able to think of this and that and all that, because she's able to do it. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഒരു സമയം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ ചിന്തിക്കാറുണ്ട്, ഈ മനുഷ്യൻ പുരുഷനായിട്ടുള്ള മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്തതെന്ന് ചിന്തിക്കാറുണ്ട്. And the man might be thinking, oh, why is this woman bringing everything into this and confusing the picture. അതുപോലെ തന്നെ പുരുഷന് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ പല കാര്യങ്ങളും കൂടെ കൊണ്ടുവന്ന് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കുന്നത്. And so men usually, because of that, they're focused, and it's the front and back, the motor area is a little better. They're more into doing things like mechanical things, fixing things. All these men seem to be doing that. ഈ പുരുഷന്റെ ബ്രെയിൻ മുൻപോട്ടും പുറകോട്ടുമുള്ള ഭാഗങ്ങൾ, മുൻപിലും പുറകിലുള്ള ഭാഗങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നതിലും മെക്കാനിക്കൽ ആയിട്ടുള്ള ജോലി ചെയ്യുന്നതിനെല്ലാം അവർക്ക് പ്രത്യേക കഴിവുകളുണ്ട്. Whereas women, they're more expressive with their words, the way they talk. പക്ഷേ സ്ത്രീകൾ അവരുടെ പ്രവർത്തികൾ കൊണ്ട്, അവരുടെ വാക്കുകൾ കൊണ്ട് കൂടുതൽ ആ ഒരു ഫീലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. So if a man is asking, how are you doing, the woman will ask, how are you doing, in maybe 100 words. ഒരു പുരുഷൻ സ്ത്രീയോട് എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീകൾക്ക് ആ സുഖമാണോ ചോദിക്കുന്നത് പല രീതിയിൽ അവർക്ക് ചോദിക്കാനിടയാവും. And they'll be expressive in the way that they ask. അവർ പറയുന്ന കാര്യങ്ങളിലും സ്ത്രീകൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ കൂടുതൽ ഫീലിംഗ് കൊടുത്താണ് അവർ പറയുന്നത്. So that's why sometimes when you're sharing as a couple, like if it's some nice story, expressive story, it is good with the wife shares it, will be more words and lot of expressions. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാരിൽ അവർ അതുപോലെ എന്തെങ്കിലും നല്ലൊരു കാര്യം അവർക്ക് പങ്കെടുക്കാനിടയെങ്കിൽ ഭാര്യ നല്ല വാക്കുകൾ കൊണ്ട് അത് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ അവർക്ക് പറയാനിടയാവും. Yeah, so if you want to say something to the point, usually men will just say that, okay, this is the point, this is the thing, just point 1, point 2, point 3. Where the woman might, at that time bringing a lot of empathy and her feelings and everything into that, what is being said. പുരുഷന്മാർ പറയേണ്ട കാര്യം അവർ ആ പോയിന്റ് ആയിട്ട് അവർ പറയും, ഇന്ന കാര്യമാണ് എന്നുള്ളത് അവർ ഓരോ പോയിന്റ് ആയിട്ട് പറയും. പക്ഷെ സ്ത്രീകൾ അവരുടെ എമ്പതി, അവരുടെ ഫീലിങ്സ് അതെല്ലാം ചേർത്തായിരിക്കും അവർ സംസാരിക്കുന്നത്. So again, because of the way the brain is wired, sometimes when men get angry, they express that anger physically. That they might
beat something or throw something. പുരുഷന്മാർ അതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യം വരികയാണെങ്കിൽ അവർ അതങ്ങ് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും എറിയുകയാണെങ്കിൽ എറിയും, എന്തെങ്കിലും പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിക്കും. Whereas women mainly, it's an emotional expression, anxiety and depression. It's more in women. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ടെൻഷൻ, ഡിപ്രഷൻ ആ കാര്യങ്ങളായിരിക്കും അവർക്ക് കൂടുതലായിട്ട് വരുന്നത്. But as I was saying, this is not a rule, but it's just on average what you see, because there are spectrums and people can act differently. ഇതിങ്ങനെ തന്നെ ആകണമെന്നില്ല. വ്യക്തിത്വം അനുസരിച്ച് അതിന് വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷെ ഒരു ആവറേജ് ആയിട്ട് എല്ലാ ഒരു കണക്കെടുപ്പ് പോലെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വഭാവമാണ് കോമൺ ആയിട്ട് സ്ത്രീകളും പുരുഷനും കാണാൻ സാധിക്കുന്നത്. So other than the differences in male and female, you also have your individual personality differences. സ്ത്രീയെ പുരുഷൻ എന്ന വ്യത്യാസങ്ങൾ മാത്രമല്ല, അവരുടെ വ്യക്തിത്വങ്ങൾ തമ്മിൽ കൂടെ വ്യത്യാസങ്ങളുണ്ട്. We are all created unique. നാം എല്ലാവരും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. I don't know how many of you have had dogs, but you have all these breeds of dogs, and each of them have their personality. നിങ്ങൾ എത്ര പേർക്ക് നായകൾ ഉണ്ടെന്നറിയില്ല, പക്ഷെ പല പല ബ്രീഡ് നായകളുണ്ട്, അതിനെല്ലാം പല പല സ്വഭാവങ്ങളുമുണ്ട്. Some dogs are very calm and docile and they hardly bark. ചില നായകൾ അവർ സൈലന്റ് ആയിട്ടിരിക്കും, അവർ വല്ലപ്പോഴേ അവര് കുരയ്ക്കാറുള്ളൂ. Whereas there's some dogs, where Ivy's parents, the place where they're staying, the next house there is one dog, 24 hours barking. One small dog, but from morning till night the dog will be barking. അതുപോലെ ചില നായകളുണ്ട്, ഐവിയുടെ പേരൻസ് താമസിക്കുന്ന വീടിന് അപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ വീട്ടിൽ ഒരു നായയുണ്ട്. ആ നായ അത് മുഴുവൻ സമയം അത് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. So like that we can have personality differences. അതുപോലെ നമുക്ക് വ്യക്തിത്വങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. Now I'm just showing you this slide to make you aware. It's not for you to memorize everything, but even if you go online, there's something called as Mayer's personality typing, where you can see what type of personality you are. നമ്മൾ ഈ പിക്ചറിന് മുൻപിൽ പല പേഴ്സണാലിറ്റീസ് കാണാൻ സാധിക്കും. നമ്മൾ ഇന്റർനെറ്റിൽ പോയി മേയേഴ്സ് പേഴ്സണാലിറ്റി ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പല സ്വഭാവങ്ങൾ, നാം ഏത് വ്യക്തിത്വത്തിൽപ്പെട്ട ആൾക്കാരാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. And there are 4 areas. അതിൽ 4 ഭാഗങ്ങളുണ്ട്. And in each area you have 2 options, either the one on top or the one below. അതിൽ ഓരോ ഭാഗത്തിനും രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു വ്യക്തി ഒന്നെങ്കിൽ അതിന് മുകളിലത്തെ ഭാഗത്തിൽപ്പെട്ട ആളാകാം, അല്ലെങ്കിൽ താഴത്തെ ഭാഗത്തിൽപ്പെട്ടതാകാം. And so you can have at least 16 major combinations. Like you can, for example, you can be ENTJ, like that. You have around 16 combinations. അങ്ങനെ 16 കോമ്പിനേഷൻസ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് ENTJ അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിത്വമുള്ള ആളായി മാറാം. For example, if you take this first aspect, you can either be, in your personality, you can be an extrovert or an introvert. നാം ഈ ആദ്യത്തെ ഭാഗം എടുക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം നോക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എക്സ്ട്രോവേർട്ട് ആകാം, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രോവേർട്ട് ആകാം. So what does an extrovert mean? An extrovert is someone who loves to be around people. They get energized when they are with people. എക്സ്ട്രോവേർട്സ് എന്ന് വെച്ചാൽ അവർക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട്, ആൾക്കാരുമായിട്ടും ഇടപഴകുവാനും അവരുമായിട്ട് സമയം ചെലവഴിക്കാനും വളരെയധികം താല്പര്യപ്പെടുന്ന മനുഷ്യരാണ്. They like to work in a quick pace. They like to do, they're good at multitasking, doing a lot of things, very active.
അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് പല കാര്യങ്ങൾ ചെയ്യുവാനും ഒരു സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെയും വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും. Whereas introvert is someone who likes to work alone or in a small group. പക്ഷെ ഇൻട്രോവേർട്സ് എന്നുള്ള ആ ഒരു ഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യുവാനോ അല്ലെങ്കിൽ ചെറിയ ഒരു കൂട്ടം മനുഷ്യരുമായിട്ട് ജോലി ചെയ്യാനോ ആയിരിക്കും അവർക്ക് താല്പര്യം. And they like, a fixed, working at a fixed, deliberate pace and, focusing on one task at a time. അവർ ചെയ്യുന്നതിനൊക്കെ ഒരു നേരത്തെ തന്നെ അവർ ഫിക്സ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അനുസരിച്ച് അവർ ചെയ്യുകയുള്ളൂ. അവർക്ക് ഒരു സമയത്ത് ഒരു കാര്യങ്ങൾ ചെയ്യുവാനായിരിക്കും അവർക്ക് താല്പര്യം. So if when an introvert will see an extrovert, they'll be thinking, oh, how this person has so much energy, to just talk with these people and all this, he doesn't get tired. അപ്പോൾ അതുകൊണ്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ തോന്നും, ഈ മനുഷ്യന് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു, ഇങ്ങനെ പലരോടും സംസാരിച്ച് മടുക്കത്തില്ലേ എന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാവും. And the extrovert will be thinking, oh, how does this fellow spend so much time alone? If what do you say, isolation was to happen, they'll be, the introvert won't do as bad as probably an extrovert. അതുപോലെ തന്നെ എക്സ്ട്രോവേർട്ട് ഉള്ള ഒരാൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ കാണുമ്പോൾ വിചാരിക്കും, ഈ മനുഷ്യൻ എങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സമയം ചെലവഴിക്കാൻ ഇടയാവുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെടേണ്ട ഒരു സമയം വരുമ്പോൾ, ഒരു സാഹചര്യം വരുമ്പോൾ ഈ നമ്മളെപ്പോലുള്ളവർക്കാളും ശരിക്കും കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് എക്സ്ട്രോവേർട്ട് ഉള്ളവർക്ക് കഴിയുമെന്ന് ഇൻട്രോവേർട്ട് ഉള്ളവർക്ക് കഴിയുമെന്ന് എക്സ്ട്രോവേർട്ട് ഉള്ള ആൾക്കാർ ചിന്തിക്കും. So like that, a thinker versus a feeler. A thinker will make logical decisions. They'll see the pros, the cons, and the values. And then they'll do. അതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് തിങ്കേഴ്സ്, ഫീലേഴ്സ്. ചിന്തിക്കുന്നവരും ചിന്തിക്കുന്നവരുടെ ആ ഒരു കാറ്റഗറി ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കും എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചീത്ത വശങ്ങൾ എന്നെല്ലാം ചിന്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. Whereas a feeler will take, how will this person feel, how is this going to affect everybody, or they'll be looking at people and planning like that. പക്ഷെ ഒരു ഇമോഷണൽ ഫീലേഴ്സ് എന്നുള്ള ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ അവർ ചിന്തിക്കും മറ്റാൾ എങ്ങനെ വിചാരിക്കും, മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്നെല്ലാം ചിന്തിച്ചിട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. Then the last part, the judges, they tend to be more organized and they'll be prepared, they'll be planning. അതുപോലെ മറ്റൊരു കാറ്റഗറി ജഡ്ജസ് എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള മനുഷ്യർ, അവർ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു അടുക്കും ചിട്ടയും കാണും. അവർ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയൊക്കെ അവർ ചെയ്യും. Whereas a perceiver, will keep all options open. They'll think, suddenly they'll say, oh, I feel we should do this, and then they'll do that, and then they'll say, okay, now we'll do this. They're very flexible. പക്ഷെ പെർസീവേഴ്സ് എന്നുള്ള കൂട്ടത്തിലുള്ള മനുഷ്യർ അവർ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും. അവർക്ക് മാറ്റങ്ങൾ എപ്പോൾ വേണം വരുത്തുവാൻ അവർക്ക് ഇടയാകും. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുവാനും ഒക്കെ അവർക്ക് ഇടയാകും. So I hope you can see how these differences can cause a friction in marriage. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വിവാഹബന്ധത്തിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി കാണുമല്ലോ. See, in any relation, even because marriage is very close, but even in your workplace or other relationships, these things can cause friction. വിവാഹത്തിൽ മാത്രമല്ല, നമ്മുടെ ജോലി സ്ഥലത്തും അതുപോലെ മറ്റുള്ള ബന്ധങ്ങളിലും ഒക്കെയും ഈ വ്യത്യസ്തങ്ങൾ ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുവാനിടയാവും. So, if an extrovert marries an introvert, the extrovert will be wanting to have people all over the time or always go and visit people, to be around people. Whereas the introvert will be saying, no, I want to be, I like to spend this time alone and, meditate or things like that. ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളുടെ വിവാഹം കഴിയുകയാണെങ്കിൽ എക്സ്ട്രോവേർട്ട് ഉള്ള ആൾ പറയും, എനിക്ക് പുറത്ത് വെളിയിൽ പോകണം, എനിക്ക് മറ്റുള്ളവരുടെ കാണാൻ പോകണം എന്നെല്ലാം പറയും. പക്ഷെ ആ സമയത്ത് തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾ പറയും, എനിക്ക് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കണം, എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യണം, എനിക്ക് ധ്യാനിക്കണം എന്നൊക്കെ അവർ പറയും. So these become areas where frictions, these differences can cause friction.
അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസങ്ങൾ ജീവിതത്തിൽ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും. The third area of differences is the way that you were brought up, your upbringing. മറ്റൊരു വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ജനിച്ചു വന്ന സാഹചര്യം അത് രണ്ട് വ്യക്തികൾ തമ്മിൽ വ്യത്യസ്തരാകും. Even in the same country, in the same place, you could be brought up, and still there could be differences in the way that you were brought up. ഒരു രാജ്യത്തിലും ഒരു സ്ഥലത്തും ജനിച്ചവർ ആയിരിക്കാം, പക്ഷെ അവർ ജനിച്ചു വന്ന സാഹചര്യം രണ്ടായിരിക്കാം. And so you have been used, you are brought up that way for around 20-25 years, and the other person is brought up in another way 20-25 years with many minor things, and then you come together, and of course there will be a difference or sort of tension into what's happening. ഒരു വ്യക്തി 20-25 വർഷം വേറൊരു സാഹചര്യത്തിൽ വളർന്നു വന്നതായിരിക്കാം, അതുപോലെ മറ്റേ വ്യക്തി അതുപോലെ തന്നെ 20-25 വർഷം വേറൊരു സാഹചര്യത്തിൽ വന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒന്നും ചേരുമ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. And the problem happens when you start thinking that your way was the best way. ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരാൾ ചിന്തിക്കുവാണ് എന്റെ കാര്യങ്ങളാണ് നല്ലത്, എന്റെ അവസ്ഥകളാണ് ശരിയായിട്ടുണ്ടായിരുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ്. And everywhere you go, every place you go, that the local people will have this dialogue, oh, our way of doing things is the best way. നാം എവിടെ പോയാലും അവിടുത്തെ ലോക്കലായിട്ട് അവിടെ താമസിക്കുന്നവർ പറയും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നല്ലതെന്ന് അവർ പറയാറുണ്ട്. For example, some families, they're like they get up very early, so the whole family gets up very early. Some families, they stay up very late at 1 o'clock and 2 o'clock, that's when they go to sleep. ചില കുടുംബങ്ങൾ അവർ വളരെ വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കാറുണ്ട്. അതുപോലെ ചില കുടുംബങ്ങളുണ്ട് അവർ രാത്രി 2 മണി 1 മണി 2 മണി വരെ ആയിരിക്കും അവർ ഇരിക്കുന്നത്, അതിന് ശേഷമായിരിക്കും അവർ ഉറങ്ങുന്നത്. So for us, Ivy was a morning person, and I was the opposite. I was a night person. Ivy will get up at 4 in the morning. I'll be sleeping at 1 in the night. ഞങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഐവി രാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തിയും ഞാൻ താമസിച്ച് കിടക്കുന്ന വ്യക്തിയുമാണ്. ഐവി രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഞാൻ രാത്രി 1 മണിക്കായിരിക്കും കിടക്കുന്നത്. So when you come together, initially there is this thing that in the middle of the night, like night time, by 9:30, Ivy will be falling asleep. I am wide awake. In the morning, 4 o'clock, the only time I've seen 4 o'clock was to catch a flight or something, or a train, but she's awake, I am knocked out. അതുകൊണ്ട് തന്നെ വിവാഹം കഴിയുമ്പോൾ ഐവി രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ രാത്രി 9:30 കിടക്കുമ്പോൾ ഞാൻ കിടക്കുകയില്ല. പിന്നെ ഐവി രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കമായിരിക്കും. ഞാൻ ആകെ 4 മണി കണ്ടിട്ടുള്ളത് എനിക്ക് ട്രെയിനിൽ കയറണമെങ്കിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിക്കുമ്പോഴോ ഒക്കെ ആയിരുന്നു. But yeah, happy to say I have been converted into a morning person, and I find that much better. ഞാൻ സന്തോഷം എനിക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തിയായിട്ട് മാറുവാനിടയായി. അതാണ് ശരിക്കും എനിക്കും ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. But we still struggle when we go to my place, my parents' place, because now I have been converted. They're like, what happened to this fellow? He's feeling very sleepy at 9:30, 10. പക്ഷെ എന്റെ പേരൻസിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് ഉള്ളത്. അപ്പൊ അവർ ചിന്തിക്കും എന്തു പറ്റി 9:30 ആകുമ്പോൾ തന്നെ ഉറക്കം വരികയാണല്ലോ എന്ന് അവർ ചിന്തിക്കാറുണ്ട്. Then some families, they're very loud. You go there, everybody is talking at the top of their voice, and some families are extremely quiet. You won't hear hardly any sound coming from them. ചില കുടുംബങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഉച്ചത്തിലായിരിക്കും അവർ വീടുകൾ സംസാരിക്കുന്നത്. അതുപോലെ മറ്റു ചില കുടുംബങ്ങൾ നോക്കുകയാണെങ്കിൽ ആ കുടുംബം അവർ ശാന്തമായിരിക്കും. So if someone, if you are going from a quiet family
into the loud family, you'll be asking your spouse, why is everybody shouting in your house? അതുകൊണ്ട് തന്നെ ഒരു ഒരു ശാന്തമായിട്ടുള്ള ഫാമിലി താമസിക്കുന്ന ഒരാൾ ഒച്ചത്തിൽ സംസാരിക്കുന്ന ഒരു ഫാമിലി ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആളുടെ സ്പൗസിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. And the loud spouse, when they go into the other house, will be asking, why is your house so quiet? It sounds like everybody is dead in this place. അതുപോലെ തന്നെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തി അതുപോലെ ഈ ശാന്തമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവർ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നത്, എല്ലാവരും മരിച്ചല്ലോ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് ചോദിക്കും. And we have to be very sensitive about these issues, because you're talking about a person's upbringing, about that person's family, how they were raised, and so it will hurt that person when you say things like this. നാം ഇങ്ങനെ കാര്യങ്ങൾ മറ്റാളോട് ചോദിക്കുമ്പോൾ നാം വളരെയധികം സൂക്ഷിക്കണം. കാരണം മറ്റേ വ്യക്തിയുടെ അവർ വളർന്ന സാഹചര്യം അതിനെപ്പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് അത് വിഷമമാകാനിടയാവും. അതുകൊണ്ട് നാം ചോദിക്കുമ്പോൾ വളരെയും ശ്രദ്ധയോടെ നാം അവരോട് ചോദിക്കണം. And so that brings us to the last area of conflicts, is that differences is the way in which you handle conflicts. മൂന്നാമത് വ്യത്യസ്തമായിട്ടുള്ള കാര്യം കുടുംബത്തിൽ വരുന്നത് എങ്ങനെയാണ് പ്രയാസങ്ങളെ നേരിടുന്നത്, അതിലുള്ള വ്യത്യാസമാണ്. Okay, I think I labeled it wrong. It's actually point number 4. Yeah, but that's even the way we handle fights or conflicts is different. എങ്ങനെയാണ് നാം പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്ന് അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. And very often we need to modify that way in which conflicts are handled to get the best out of that conflict, to grow out of conflict. ആ ഒരു ബുദ്ധിമുട്ടിൽ അതിൽ വിജയിക്കുവാനായിട്ട്, അതിന്റെ മേൽ വിജയം ലഭിക്കുവാനായിട്ട്, അത് നല്ല രീതിയിൽ അതിനെ അവസാനിപ്പിക്കുവാനായിട്ട് ചിലപ്പോൾ നമ്മളുടെ വഴികളെ നമുക്ക് ഒന്ന് മാറ്റേണ്ടി വരും. Because from the previous 3 points we realize that conflict in marriage will be inevitable. നമുക്ക് ഇതിനു മുൻപുള്ള പോയിന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ളത്, വ്യത്യാസങ്ങൾ വരിക എന്നുള്ളത് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. If there is zero conflict in a marriage, then most likely either that one person might be brain dead and not able to do anything with his brain. അങ്ങനെ ഒരു കുടുംബ ജീവിതത്തിൽ ഒരു പ്രയാസവും ഇല്ല എന്ന് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാളുടെ ബ്രെയിൻ മരിച്ചൊരവസ്ഥയിലാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. So we need to realize that conflict will happen, and at that time you shouldn't be thinking that, oh, this has happened, that something is really wrong. അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നത് കുടുംബജീവിതം ആകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ഇതിങ്ങനെ വന്നല്ലോ, ഇങ്ങനെ തെറ്റായിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് അതുകൊണ്ട് ചിന്തിക്കാൻ ഇടയാകരുത്. So okay, the first response, one type of response to conflict is withdrawal and avoidance. പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടുന്നതിന് ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും അത് നേരിടാതെ അതിൽ നിന്നും പിന്മാറുക, അതിനെ ഒഴിവാക്കി പോവുക എന്നുള്ളതാണ്. When conflict comes, this person will run away from that conflict, and he won't address the issue. He'll move away from that conflict. ഒരു പ്രയാസം വരുമ്പോൾ, ആ പ്രശ്നം വരുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തി അവർ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. So this person will become quiet. ഈ മനുഷ്യൻ വളരെയധികം ശാന്തനായിരിക്കും. Will avoid eye contact. കണ്ണുകൾ നോക്കുകയൊന്നും ചെയ്യുകയില്ല. And might agree, okay, fine, yeah, okay. എന്ത് സംഭവിച്ചാലും ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. And will refuse to go deep into that conflict, to go and really struggle with it.
ആ ഒരു ആ പ്രശ്നത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ ഒന്നും അവർക്ക് മനസ്സുണ്ടാകുകയില്ല. And what this does is, if this keeps festering on, that the conflict has not been resolved, so it slowly leads to anger and resentment, in which will slowly come into the marriage. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ദേഷ്യം വരുവാനും നിരാശ വരുവാനും അത് ഒടുവിൽ കുടുംബജീവിതത്തെ അത് തകർക്കുവാനും അത് ഇടയായിത്തീരും. Okay, the second one is escalation. Escalation means that if an argument comes up, this person will be trying to always get one more step higher in that argument to sort of win that argument. രണ്ടാമത്തെ പോയിന്റ് ഒന്ന് എസ്കലേഷൻ എന്നുള്ള പോയിന്റ് ആണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർ തമ്മിലുള്ള ആ ഒരു വാക്ക് തർക്കം വരുമ്പോൾ ഒരു വ്യക്തി തന്റെ വാദം ജയിക്കുവാനായിട്ട് താൻ ഒരു പടി മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് എസ്കലേഷൻ എന്നുള്ളത്. So if you have sometimes two escalation people who are fighting, one will say one argument, then the other will say another argument, saying, okay, what about this, this, and they're trying to win that argument. രണ്ട് വ്യക്തികൾ തമ്മിൽ അവർ തർക്കം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി പറയും ഇത് ചെയ്താൽ എന്താ എന്ന് പറയും, അപ്പോൾ മറ്റേ വ്യക്തി പറയും ഞാൻ പറയുന്നത് ഇത് ചെയ്താൽ എന്താ എന്നിങ്ങനെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ച് അവർ പോവുകയാണ് ചെയ്യുന്നത്. And there'll be quick reactions, quick words, angry words without thinking, hurting words that will be spoken quickly. ഇങ്ങനെയുള്ള കൂട്ടം മനുഷ്യർ അവർ പെട്ടെന്ന് അവർ ചിന്തിക്കാതെ അവർ പെട്ടെന്ന് സംസാരിക്കും, പെട്ടെന്ന് പ്രവർത്തിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യപ്പെട്ട വാക്കുകൾ പെട്ടെന്ന് വരും. അങ്ങനെ അതൊക്കെയും അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. If you see their body, that fighting time, they'll be all tensed up, the body, while they're fighting. അവരുടെ ശരീരമൊക്കെ വളരെയധികം ആ ഒരു ദേഷ്യം കാരണം അവരുടെ ശരീരമൊക്കെ വളരെ അതനുസരിച്ച് റിയാക്ഷൻ അവരുടെ ശരീരത്തിൽ കാണും. And so how do they come out? What they need to do is work on de-escalating. That means sometimes they might need to take a time out. That means just stop, take a deep breath, maybe move away into different rooms and calm down. അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യർ അവർ അത് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടത് അവർ പരമാവധി കാര്യങ്ങളൊക്കെ അത് പ്രശ്നങ്ങൾ ചെറുതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് അവരുടെ കൺട്രോൾ പോകും എന്നുള്ള ആ സാഹചര്യം വരുമ്പോൾ അവർ മാറിയിരിക്കുക, മറ്റൊരു റൂമിൽ കുറച്ചു നേരം സമയം ചെലവഴിക്കുക, അങ്ങനെ അതൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. And to realize what is it that triggers them becoming angry or arguing, so that they can be alert next time. എന്ത് കാര്യമാണ് അവരെ പെട്ടെന്ന് ദേഷ്യപ്പെടുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണം. അതുപോലെ അടുത്ത പ്രാവശ്യം അത് വരുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യണം. And to realize that this is not about the ego or winning the argument, but it's actually about maintaining the relationship. അതുപോലെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എന്റെ വാദം ജയിക്കണം എന്നുള്ള ഒരു കാര്യമല്ല, ആ ഒരു ഈഗോയുടെ കാര്യമല്ല നോക്കേണ്ടത്. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാം. It's about maintaining the relationship. ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോവുക, അതാണ് നോക്കേണ്ടത്. The third type is negative interpretation. This is you can say. Okay, so this one, the partner who has this negative interpretation, they will always be believing the worst about the partner's actions. മറ്റൊരു കൂട്ടം മനുഷ്യർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെല്ലാം നെഗറ്റീവായിട്ട് കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പങ്കാളിയുടെ ആ ഒരു പ്രവൃത്തി കാണുമ്പോൾ അതിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവർ ചിന്തിക്കുന്നത്. And they feel that they're able to read the mind of the other person. അതുപോലെ അവർ ചിന്തിക്കുകയും ചെയ്യും, അവർക്ക് മറ്റുള്ള വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും കഴിയുമെന്ന് അവർ ചിന്തിക്കും. So they will always be reading something in that other person's mind, so they will be suspicious and mistrusting the other person.
അവർ അങ്ങനെ മറ്റൊരാളുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ പങ്കാളിയെ അവർ ചിലപ്പോൾ അവിശ്വസിക്കുവാനും സംശയിക്കുവാനും ഇടയായിത്തീരും. So sometimes, they'll be looking and says to the other person and say, like, I know you hate me. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി അയാളുടെ പങ്കാളിയോട് ചിലപ്പോൾ പറയും, എനിക്കറിയാം നീ എന്നെ വെറുക്കുന്നുവെന്ന്. Or these always never statements, that means you always do this. അതുപോലെ തന്നെ ഓൾവേസ് അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ള വാചകം വരാറുണ്ട്. നീ എപ്പോഴും ഇത് ചെയ്യും എന്ന് പറയാറുണ്ട്. For example, if you leave the light on in the room when you leave it, so if you out of 10 times, 9 times you off the light, but one time if you don't off the light, and then the other person will say, you always leave the light on. അങ്ങനെ അതിനുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഇപ്പോൾ ലൈറ്റ്, ഇപ്പൊ ഒരു റൂമിലെ ലൈറ്റ് ഓഫ് ആക്കുന്ന ഒരു കാര്യം വരുമ്പോൾ ആ വ്യക്തി ഒരു വ്യക്തി എല്ലാ സമയവും ഒരു 10 തവണയിൽ 9 തവണയും അവരെ ലൈറ്റ് ഓഫ് ആക്കുമായിരിക്കും. പക്ഷെ ഒരു തവണ ലൈറ്റ് ഓഫ് ആക്കുന്നത് ഒന്ന് മറന്നു പോകുമ്പോൾ അവരുടെ പങ്കാളി പറയും, ഇനി എപ്പോഴും ഈ ലൈറ്റ് ഓൺ ആക്കിയിടുകയാണ് ചെയ്യുന്നത്, ഓഫ് ആക്കാറേയില്ല എന്ന് പറയും. Okay. So what do they need to do is, often what they have to do is to concentrate on what is known to be true. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടം വിഭാഗം മനുഷ്യർ അവർ ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, എന്താണ് ശരിക്കും ചെയ്യേണ്ടത്, സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. So this is true fact, then that is the truth. And then so we don't play into that, mind reading and adding on these other stuff. സത്യം എന്താണോ അത് മനസ്സിലാക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു കൂട്ടി അതനുസരിച്ച് പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത്. Okay, so moving forward, the last one is invalidation. This is someone who always is like having thoughts or feeling about their spouse, like things like sarcasm or humiliating the spouse. അടുത്ത കൂട്ടം മനുഷ്യർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അവരുടെ ആ സ്പൗസിനെ, പങ്കാളിയെ അവർ മിക്ക സമയം അവർ അവരെ പരിഹസിക്കുന്നു, അവരെ നാണം കെടുത്തുന്നു, അങ്ങനെ സ്വഭാവമുള്ളവർ. Yeah, it's like devaluating the spouse. അവരുടെ ആ പങ്കാളിയെ അവർ ചെറുതായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. Sometimes we see this, in some couples, the spouse will be telling, husband will be telling about the wife, when they are there in the public, they say, oh, she's a mad lady, or oh, this lady, I'm fed up with her. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് അവർ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ഹസ്ബൻഡ് മറ്റുള്ളവരോട് പറയും, ഈ എന്റെ വൈഫ് ഈ സ്ത്രീയെ കൊണ്ട് ഞാൻ മടുത്തു, അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കായിട്ട് പറയാറുണ്ട്. Or even name callings. അല്ല, അത് മാത്രമല്ല, അവരെ പല പേരുകൾ കൊണ്ട് അവർ വിളിക്കുകയും ചെയ്യുന്നു. And so in this, this person needs to understand that the other person also has feelings. അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യർ അവർ മനസ്സിലാക്കേണ്ടത്, അവരുടെ ആ പങ്കാളിക്കും അവർക്കും ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്, അവർക്കും ഫീലിങ്സ് ഉണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. And to realize that everybody is different, and everybody has their personality and their good and good points and their weaknesses. അവർ മനസ്സിലാക്കണം, എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ്, വ്യത്യസ്ത സ്വഭാവമുള്ള മനുഷ്യരാണ്, അവരിലും നല്ല കാര്യങ്ങളുണ്ട്, അവർക്കും വീക്ക്നെസ് ഉണ്ട് എന്നുള്ള കാര്യം ഇക്കൂട്ടം മനുഷ്യർ മനസ്സിലാക്കണം. And so at the end of all this, what do we do with our differences? ഈ നമ്മുടെ ആ വ്യത്യാസങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായിട്ട് ഇത് കൊണ്ട് നാം ശരിക്കും ചെയ്യേണ്ടത്? Yeah, so the first thing, when we look at it from a biblical perspective is, do not think about yourself more highly than you ought to. നാം നമ്മെ തന്നെ വലുതായിട്ട് ചിന്തിക്കുകയും ചെയ്യരുത്. അതാണ് നാം വചന അടിസ്ഥാനത്തിൽ ആദ്യം ചെയ്യേണ്ടത്. Romans 12:3 says, I mean, sometimes what happens is we think that, okay, this is the right thing, I am acting the right way, I was brought up the right way, this is all the right thing. And so what you're actually doing is you're thinking about your position
more highly than the other person. മറ്റ് റോമർ കീഴ് 12:3 ഉള്ളതുപോലെ നാം വലുതാണ് എന്ന് നാം ചിന്തിക്കരുത്. നാം വളർന്നു വന്ന സാഹചര്യങ്ങളാണ് നല്ലത്. മറ്റുള്ളവരുടെ അത് അവരെക്കാളും ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് കാര്യങ്ങളാണ് നല്ലത്, അതങ്ങനെ നാം ചിന്തിക്കുകയേ ചെയ്യരുത്. But what we need to do is consider the other person better than yourself. നാം ചെയ്യേണ്ടത് മറ്റ് നമ്മുടെ പാർട്ട്ണറിനെ, മറ്റേ പങ്കാളിയെ, മറ്റു വ്യക്തിയെ ആ വ്യക്തിയെ വലുതായാണ് നാം കാണേണ്ടത്. Then the second thing is to recognize that differences will happen, and that these differences, interpersonal differences, are there. രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത്, രണ്ട് വ്യക്തികളാകുമ്പോൾ അവരുടെ ഇടയിൽ ആ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. Like in that portion in 1 Corinthians 12, it talks about the body has many parts, different functions, different strong points, and we need to see that even in the marriage, the husband and wife as complementing each other. 1 കൊരിന്ത്യർ ലേഖനം 12 കാണാൻ സാധിക്കുന്ന ഓരോ അവയവങ്ങളുണ്ട്, അവയവങ്ങൾക്ക് ഓരോ റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ അവർ തമ്മിൽ ആ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. The third thing is, when there are differences, and when there are things which go against your personality. If one is an introvert, another is an extrovert, and things like that, you need to sometimes learn to bear with each other. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സഹിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഇൻട്രോവേർട്ടുള്ള വ്യക്തിയും എക്സ്ട്രോവേർട്ടുള്ള വ്യക്തി ഒരുമിച്ചൊക്കെ ആകുമ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ വരുമ്പോഴും ശരിയും അതിനെയൊക്കെ സഹിക്കുവാനായിട്ടുള്ള ആ ഒരു കഴിവ് അതും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. So you're bearing because this is going against your natural personality, but because love, 1 Corinthians 13:7 says, love bears all things. You're bearing because of love. You love that person, and so you're bearing with it, although your personality is not going with it, but you bear with it because of love. 1 കൊരിന്ത്യർ 1 ലേഖനം 13:7 പറയുന്നു, സഹിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സ്നേഹമുള്ളപ്പോൾ സഹിക്കുവാൻ ഇടയാകുമെന്ന് അതിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എതിരായിട്ടുള്ള, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ മറ്റു വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയുമായിട്ട് നാം ജീവിക്കുമ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്കത് അതുകൊണ്ട് അതിനെ സഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. Then love rejoices with the truth. So we celebrate the good things that we see in our spouse. We celebrate, we say, wow, this is the truth of what is in her, the good things, and we rejoice in that and we celebrate. നമ്മുടെ പങ്കാളിയുടെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ നമുക്ക് സന്തോഷിക്കുവാനും ഇടയായിത്തീരും. And adding to that, so we the strengths that are in her or in him, they need to be encouraged. We encourage them them to do better, to be built up. അവരിലുള്ള കഴിവുകൾ, അവരുടെ ആ ഒരു ബലമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവരെ അതിൽ കൂടുതൽ അത് തന്നെ കൂടുതൽ ചെയ്യുവാനായിട്ട് അവരെ ആത്മവിശ്വാസം കൊടുക്കുവാനായിട്ട് ഇടയാകേണ്ടതായിട്ടുണ്ട്. And finally, those weaknesses, they need to be worked on. അതുപോലെ ബലഹീനതകൾ എവിടെയാണോ ഉള്ളത് ആ കാര്യങ്ങൾ അതിന്റെ മേൽ പ്രവർത്തിക്കുവാനും ഇടയായിത്തീരണം. As we had shared in the previous class, it's in marriage actually that sometimes we get to know ourselves more deeply. നാം കഴിഞ്ഞ പ്രാവശ്യം നാം കണ്ടതുപോലെ വിവാഹത്തിലൂടെ നമുക്ക് നമ്മെ തന്നെ കൂടുതൽ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. Before you got married, you would have been thinking, oh, I'm such a nice boy or nice girl, and then after marriage you're fighting and you realize, oh, I'm actually not that nice a person.
വിവാഹത്തിന് മുമ്പേ നാം വിചാരിക്കും ഞാൻ നല്ല വ്യക്തിയാണ്, എനിക്ക് നല്ല സ്വഭാവമാണ് എന്ന് നാം വിചാരിക്കും. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ വരുമ്പോൾ, വഴക്കുണ്ടാകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ അത്ര നല്ല വ്യക്തിയല്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. Proverbs 27:17 says, as knife sharpens knife, so one person sharpens the other. സദൃശ്യവാക്യങ്ങൾ 27:17 പറയുന്നത്, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യനെ മൂർച്ച കൂട്ടുന്നു. So it's like as that conflict happens, we grow even through the conflict. And when you realize that there are things that you need to grow, you need to bear more, you need to have more patience, you need to have more love and sensitivity. So these weaknesses, we work on them. നാം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഈ കാര്യങ്ങളുടെ മേൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട്, എനിക്ക് ശരിയാക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും അതുപോലെ സഹിക്കുവാനും ഒക്കെയും, അതിലും പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ വ്യക്തിത്വം വളരുവാനും ഒക്കെയും അതിനിടയായിത്തീരും. Okay, thank you. Praise God. So Thomas, now it's already time, no? Yes. What? No. Yeah. I don't. It's time. So what we can do is maybe next week, if some people are also not free to share today, maybe next week we can, God willing, we can do that sharing also. അങ്കിള് മ്യൂട്ടാ. Yeah, the differences you are given a good picture. What is the program for next week? Are you continuing with the differences or Yeah, because some were not free, yeah, some were caught up. So next week, I mean, that is the only thing now, differences, and maybe Okay. like, yeah. Then how do you solve these differences in a practical way? Maybe we can take a little time next week and then more, yeah, strengthening of marriage also next week. Okay, and then you can continue with whatever you're doing, if there is anything. Yeah. Okay, thank you. Okay. Thank you. Now, will someone end in prayer? George on brother, പ്രാർത്ഥിച്ച് അവസാനിക്കാം.